നമസ്കാരം. പിണറായിയെയും ഗോവിന്ദനെയും CPM പുറത്താക്കി. പാർട്ടിയെ തകർത്തത് പാർലമെന്ററി വ്യാമോഹിതർ. ഭരണ തുടർച്ചയുടെ അമിത ആത്മവിശ്വാസത്തിൽ നിന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. സത്യത്തിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും പാർട്ടി അണികളും അത് മനസ്സിലാക്കുന്നു. എന്നാൽ ചില നേതാക്കന്മാർക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല. അവരറിഞ്ഞിട്ടില്ല ആ പാർട്ടി പരാജയപ്പെട്ടു പോയെന്ന്. അവരറിഞ്ഞിട്ടില്ല അവർ ഭരണത്തിൽ നിന്ന് പുറത്തായി എന്ന്. എങ്കിലും CPM കരകയറേണ്ടതുണ്ട്, കരകയറി തിരികെ വരേണ്ടതുണ്ട്. ഇടതുപക്ഷം ഇവിടെ അനിവാര്യതയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അണികളോ ഇതുപോലുള്ള നേതാക്കളോ ആണ് ഇനിയും ഇവരോടൊപ്പം നിൽക്കുന്നത് എങ്കിൽ ഈ പാർട്ടി ഒരിക്കലും കരകയറില്ല. ഒടുവിൽ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിച്ചത് മുതൽ മുൻകാലങ്ങളിലെ ശബരിമല വിവാദങ്ങൾ വരെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് CPM സമ്മതിച്ചിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിക്ക് പരസ്യമായിട്ട് ഏറ്റുപറയേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ താഴെത്തട്ടിലെ അണികളുടെയും സഖാക്കളുടെയും അമർഷം ശമിപ്പിക്കുവാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരണങ്ങൾ നിരത്തുകയും വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ജനങ്ങൾക്ക് ഇവരുടെ ന്യായീകരണമൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനമനസ്സറിയാത്ത നേതാക്കൾക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുമ്പോഴും കടുത്ത വിമർശനം ഭയന്ന് സംസ്ഥാന പ്ലീനം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും. പ്ലീനത്തിൽ സഖാക്കൾ വിമർശനം ഉയർത്തുമോ എന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും. അങ്ങനെ വന്നാൽ രണ്ടുപേർക്കും പദവി ഒഴിയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ പ്ലീനം നടത്താതെ പാർട്ടി സമ്മേളന കാലം വരെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നീക്കം നടക്കും. പാർട്ടി അച്ചടക്കത്തെയും പ്രത്യയശാസ്ത്രത്തെയും വെല്ലുവിളിച്ച് നേതാക്കൾക്കിടയിൽ വളർന്നു വന്ന പാർലമെന്ററി വ്യാമോഹം പാർട്ടിയെ എത്രത്തോളം ജീർണിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? തളിപ്പറമ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായിട്ടുള്ള അധികാരമോഹമാണ് എന്ന് പാർട്ടി വിലയിരുത്തി. സമാനമായ രീതിയിൽ ആലപ്പുഴയിൽ G സുധാകരൻ നയിച്ചതും പാർലമെന്ററി വ്യാമോഹമാണ് എന്ന് പാർട്ടി കുറ്റപ്പെടുത്തി. പക്ഷേ ഇതൊക്കെയാണ് തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തുമ്പോഴും യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ ഈ പാർട്ടി തയ്യാറായിട്ടുണ്ട്. എന്നാൽ കാലങ്ങളായി പാർട്ടി വളർത്തിയെടുത്ത മുതിർന്ന നേതാക്കൾ പോലും ഈ രീതിയിൽ പാർട്ടിക്ക് പുറത്തു പോവുകയോ പാർട്ടിയെ തോൽപ്പിക്കാൻ നിൽക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഗൗരവമായ ചോദ്യത്തിന് മറുപടി നൽകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയ വൻ ഹിമാലയൻ ബ്ലണ്ടറുകളാണ് പാർട്ടിയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയത്. കണ്ണൂരിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്നൊടുവിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും സമ്മതിച്ചു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചത് വെറും അതിമോഹമായിരുന്നു എന്നാണ് അണികൾക്കിടയിലെ സംസാരം. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടല്ല, മഹിളാ നേതാവായത് കൊണ്ടാണ് സീറ്റ് നൽകിയതെന്ന് മുൻ നിലപാടുകൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പയ്യന്നൂരിലെ വിഭാഗീയതയും ഫണ്ട് വിവാദങ്ങളും കൃത്യമായി പരിഹരിക്കാത്തത് തിരിച്ചടിയായി. ആ തിരിച്ചടിയുടെ ആക്കം കൂട്ടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയെ അടിമുടി ശുദ്ധീകരിക്കുവാൻ ഒരു സംസ്ഥാന പ്ലീനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ചില തിരുത്തൽവാദികൾ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്ലീനം വിളിച്ചാൽ അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായുള്ള ശൈലിക്കും ഗവൺമെന്റ് വീഴ്ചകൾക്കുമെതിരെയുള്ള കടുത്ത വിമർശന വേദിയായി മാറുമെന്ന് നേതൃത്വം ഇപ്പോൾ ഭയക്കുകയാണ്. പിണറായി വിജയനും സെക്രട്ടറി MV ഗോവിന്ദനും ഒരേ നിലപാടെത്തുകയും പ്ലീനം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുമായിരുന്നു. ബ്രാഞ്ച് തലം മുതൽ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച മട്ടിൽ ഒത്തുതീർക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. തോൽവിയിൽ പിണറായിക്കോ ഗോവിന്ദനോ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ല എന്ന ക്ലെയിന് ചുറ്റു നൽകാൻ സഖാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി കാരണമാവുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അഹങ്കരിച്ച നേതൃത്വത്തിന് പരമ്പരാഗത മേഖലയായിട്ടുള്ള കയർ, കശുവണ്ടി, കൈത്തറി രംഗങ്ങളിലെ തൊഴിലാളികളുടെ ദാരിദ്ര്യം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ വൈകി വന്ന ഏറ്റുപറച്ചിലിൽ നമ്മൾ ഇത് കാണേണ്ടത്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ മുഖ്യമന്ത്രിയും BN വാസവനും പുകഴ്ത്തിയപ്പോൾ പാർട്ടി പ്രതിരോധിച്ചില്ല എന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ടാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉൾപ്പെട്ട CPM നേതാക്കൾക്കെതിരെയും പത്മകുമാറിനെതിരെയും നടപടി എടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയായി എന്ന് ഇപ്പോൾ പാർട്ടി സമ്മതിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, അയ്യപ്പ സംഗമത്തിലെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അതുവരെ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തുമ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നുപോയ നേതൃത്വത്തിന്റെ ശൈലി മാറ്റാതെ CPM-ന് ഇനി സാധാരണക്കാരന്റെ പാർട്ടിയായി കരകയറാൻ സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ദേവസ്വം മന്ത്രിയായിരുന്ന BN വാസവനായിരുന്നു യോഗിയുടെ സന്ദേശം ഒന്ന് വായിച്ചത്. അതായത് മറന്നിട്ടില്ല. ഇവിടെയാണ് BJP-യും RSS-ഉം തമ്മിലൊക്കെ CPM അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടോ, അവരുമായിട്ട് ഏതെങ്കിലും ഒരു അലയൻസ് വഴിയാണോ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്ത വളരെ വലിയ രീതിയിൽ ഇടത് മുന്നണികൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. പിണറായി ആണെങ്കിലും ഗോവിന്ദനെ ആണെങ്കിലും ഇപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല.
ഈ തോൽവി പാർട്ടിയെ ഇത്രത്തോളം തകർത്ത് തരിപ്പണമാക്കുന്നതിന് പിന്നിൽ പിണറായി വിജയന്റെയും എം പി ഗോവിന്ദന്റെയും നിലപാടുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അണികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിണറായിയെയും ഗോവിന്ദനെയും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, ഇതാണ് അണികളുടെ ആവശ്യം. പക്ഷേ പ്ലീനം വിളിച്ചു ചേർക്കാതെ പ്ലീനം മാറ്റിവെക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും പണി കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അത് എം പി ഗോവിന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അണികൾ പറയും നിങ്ങൾ പുറത്തു പോകാൻ. അങ്ങനെ പുറത്തു പോകാൻ പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാനാണ് പ്ലീനം മാറ്റിവെച്ചിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ തകർത്തത് പാർലമെന്ററി വ്യാമോഹിതരായിട്ടുള്ള എം പി ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് എന്ന് ജനങ്ങൾ മുഖത്ത് നോക്കി വിളിച്ചു പറയുമായിരുന്നു പ്ലീനത്തിൽ. പക്ഷെ അത് ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എത്ര കാലം ഇങ്ങനെ ജനങ്ങളിൽ നിന്ന്, അണികളിൽ നിന്ന് ഈ നേതാക്കൾക്ക് ഒളിച്ചോടാൻ പറ്റും?